ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തെളിവുകൾ വിശദമായി പരിശോധിക്കും. ഷീജ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മുമ്പിൽ നിന്ന് ചേരുന്നുണ്ട്. ഷീജ, ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ വിവാദത്തിലെ നായകൻ എന്ന് പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പ് പൊട്ടിച്ച വെടി അത് തിരികെ തന്നെ കൊള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഏതായാലും ഇനിയിപ്പോൾ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമികമായ കുറേയധികം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ദുരൂഹമായ ഇടപാടുകളെക്കുറിച്ച്, ഈ പാളികളുമായി ബന്ധപ്പെട്ട് നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ച് വിജിലൻസിന് വിശദമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കുന്നു. എപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്ത് എത്തിയത്? ഇനി ആരെയൊക്കെയാണ് വിളിച്ചു വരുത്താൻ ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? സിജു, ഏതായാലും അല്പസമയം മുമ്പാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ പുറത്ത് ദേവസ്വം വിജിലൻസിന്റെ വാഹനമടക്കം ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ, അതിന്റെ അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള SP അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവർ രാവിലെ തന്നെ എത്തിയിരുന്നു. രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും എന്നുള്ളതായിരുന്നു ആദ്യം ലഭിച്ചിരുന്നത്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ പിന്നീട് ഉണ്ടാവുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തെളിവുകളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം വിജിലൻസിന്റെ പക്കൽ ഉള്ളത്. കാരണം അനധികൃതമായിട്ടുള്ള പണം ഇടപാട്, പണം പിരിവ്, പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നിന്നും നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അത് ചെന്നൈയിലും അതോടൊപ്പം തന്നെ ബംഗളൂരുവിലെ സ്വന്തം നിയന്ത്രണത്തിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലും അടക്കം പ്രദർശിപ്പിച്ചു. അതോടൊപ്പം തന്നെ അതിലൂടെ പണപ്പിരിവ് നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ദേവസ്വം വിജിലൻസിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പീഠവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതുവരെയായി ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ കൂടി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏറ്റവും ഒടുവിലായി ദേവസ്വം വിജിലൻസിന്റെ പക്കൽ ഈ ഭൂമി ഇടപാടുകൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഭൂമി ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു. അതിന്റെ തെളിവ് ശേഖരണത്തിന് കൂടി ദേവസ്വം വിജിലൻസ് പ്രാധാന്യം നൽകുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലാണ് ഈ സ്വർണ്ണപ്പാളി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പണം തട്ടുന്നതിന് വേണ്ടി ഭക്തരിൽ നിന്നും ഉപയോഗിച്ചത്, മറ്റ് എന്തൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം വിജിലൻസിനുമുള്ളത്. സിജു, ഷീജ, ഏതായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ആസ്ഥാനത്ത് പ്രത്യേകിച്ച് പങ്കുകളൊന്നുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ശബരിമല സീസൺ കാലത്ത് അവിടെ എത്തുന്ന പ്രധാനികളെ കാണുക, അവരുടെ നമ്പറുകൾ ശേഖരിക്കുക, പിന്നീട് അവരെ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കണം 2019 ഈ സ്വർണ്ണപ്പാളി പൂശാൻ കൊണ്ടുപോകും, ചെമ്പുപാളി കൊണ്ടുപോകുന്നു, അത് സ്വർണം പൂശ കൊണ്ടുവരുന്നു, പിന്നീട് മറ്റിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു, അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്യുന്നു. അതിൽ പെട്ടുപോയതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ചലച്ചിത്ര നടൻ ജയറാം ഉൾപ്പെടെ ഉള്ളവർ. വലിയ തരത്തിലുള്ള തട്ടിപ്പ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട്, ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു നീണ്ട കാലത്തെ തട്ടിപ്പിൻ്റെ ചരിത്രം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാനുണ്ടാകും. ഈ വിജിലൻസ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായില്ല, സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ എന്തൊക്കെ തട്ടിപ്പുകളായിരിക്കാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടാകുമെന്ന് വെളിപ്പെടാനും സാധ്യതയുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? എത്ര സമയമായി ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട്? സിജു, ഏതായാലും ഇപ്പോൾ 3:30 കൂടിയാണ് ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുതലാണ് ഇവിടെ ഈ ഒരു ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും സമഗ്രമായ രീതിയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ ഇടപാടുകളും സംബന്ധിച്ചിട്ടുള്ള ഒരു പരിശോധന അത് തന്നെയാണ് ദേവസ്വം വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകളുടെ ശേഖരണവും ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഏത് രീതിയിൽ
ഈ പാളി നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയ പാളി ഏതൊക്കെ രീതിയിൽ പണം തട്ടിക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതിന്റെ തെളിവുകളടക്കം ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ പക്കലുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏത് രീതിയിലാണ് ജയറാം പോലെയുള്ള പ്രമുഖ വ്യക്തികളെ ഉൾപ്പെടെ ഈ ഒരു തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് അന്വേഷിക്കുമ്പോൾ മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഇടപാടുകൾ അത് സമഗ്രമായ രീതിയിൽ തന്നെ പരിശോധിക്കുകയാണ് ദേവസ്വം വിജിലൻസ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ രണ്ട് വ്യവസായികളെയും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ഈ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ ഇടപാടുകളും പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ കൂടി തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിജ, ഇപ്പോഴും ഈ പൊതുസമൂഹത്തിന് ഉയരുന്ന ചില സംശയങ്ങളുണ്ട്. ഈ 2019 മുതലുള്ള ഇടപാടുകളാണല്ലോ സംശയത്തിന് നിലനിൽക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി അവിടെ രംഗപ്രവേശം ചെയ്യുന്നു. 2019 ഈ പാളികൾ സ്വർണം പൂശുന്നതിനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. സന്നിധാനത്ത് നിന്ന് ഇത് കൊണ്ടുപോയി 41 ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് ഈ പാളി പൂശിയതിന് ശേഷം വീണ്ടും 12 ദിവസത്തിന് ശേഷമാണ് സന്നിധാനത്തേക്ക് ഈ പാളി തിരികെ എത്തിക്കുകയും ചെയ്യുന്നത്. ഈ ദിവസങ്ങളാണ് 39ഉം 12ഉം 51 ദിവസങ്ങൾ. ഈ 51 ദിവസങ്ങളിൽ എന്തായിരുന്നു നടന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പാളികളുമായി എവിടെയൊക്കെയാണ് പോയത്? ആരെയൊക്കെയാണ് പറ്റിച്ചത്? ഈ കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ടാകണം. തീർച്ചയായും സിജു, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക സംഘം തന്നെ ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് ദേവസ്വം വിജിലൻസിന്റെ പ്രത്യേക സംഘം ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ ഒരു ഭാഗത്ത് നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലാണ് ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ പ്രദർശിപ്പിക്കുകയും അവിടെ നിന്നും പൂജകൾ നടത്തുകയും ചെയ്തു എന്നുള്ളത് തെളിഞ്ഞത്. അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം അടക്കം ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഇടപാടുകൾ അത് പൂർണ്ണമായ തോതിൽ തന്നെ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോഴാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്, അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ് ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത് എന്ന വിഷയങ്ങളടക്കം സമഗ്രമായ രീതിയിൽ തന്നെ അത് ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആകെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ പൂർണ്ണമായും അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമഗ്രമായി എല്ലാ വിഷയങ്ങളും ഇതിന്റെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളടക്കം ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുമുണ്ട്. സിജു, ഷിജ, ഏതായാലും ഈ പോറ്റി തട്ടിപ്പ് നടത്തിയത് ഒറ്റയ്ക്കല്ല എന്നുള്ളത് ദേവസ്വം വിജിലൻസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. വലിയൊരു കോക്കസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ദേവസ്വം ബോർഡിന് ഇടപെടാൻ കഴിയാത്ത ചില മേഖലകൾ, സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന മേഖലകളിൽ സാധ്യത കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ഉണ്ടായിരുന്നവരും തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. ഈ കൂട്ടുകക്ഷികളെ പങ്കുപറ്റിയവരെ കൂടി അവരിലേക്ക് കൂടി അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും സിജു, അത് സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ അതെല്ലാം വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കമില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് ഈ ഒരു അന്വേഷണം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അന്വേഷണം. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായ രണ്ട് വ്യവസായികൾ, ആ വ്യവസായികൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള സംശയം ദേവസ്വം വിജിലൻസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവരെയും ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് ഈ ആരൊക്കെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള വിഷയങ്ങൾ സമഗ്രമായ രീതിയിൽ തന്നെ പരിശോധിക്കുന്നുണ്ട് ദേവസ്വം വിജിലൻസ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ രീതിയിലുള്ള വിവരശേഖരണം, തെളിവ് ശേഖരണം ഒക്കെ നടത്തി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സിജു, ഷിജ, ഇന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് ചെമ്പുപാളികളാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ്. പക്ഷേ ഇന്ന് ഷീജ തന്നെ പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഹൈക്കോടതിയിൽ ഉള്ള മഹസർ രജിസ്റ്ററിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അത് സ്വർണ്ണപാളികൾ തന്നെയാണ്, സ്വർണം പൂശിയ പാളികൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു.
തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതിൽ അടിപൊളി ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി എല്ലാ വിഷയങ്ങളിലും നൽകാൻ ഇതുവരെയായി തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും ഒരു ഗേറ്റിനപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ടുള്ള സംസാരമാണ് മാധ്യമങ്ങളോട് പോലും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു കാര്യം മാത്രമാണ്, അതായത് 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അത് സ്വർണ്ണം പൂശിയതായിരുന്നില്ല, ചെമ്പ് പാളിയായിരുന്നു. അങ്ങനെയാണ് താൻ അവിടെ നിന്നും കൊണ്ടുപോയത് എന്ന കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ രാവിലെ പുറത്തുവിട്ട രേഖകൾ അത് കൃത്യമായിട്ടുള്ള തെളിവുകളാണ്. കാരണം സംസാരിക്കുന്ന തെളിവുകളാണ് എന്ന് പറയാൻ കാരണം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ കൂടി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന രേഖകൾ തന്നെയായിരുന്നു അത്. അതിൽ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഏറെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യൽ നൽകുന്ന മറുപടി അത് ഏറെ നിർണായകമാണ് എന്ന് പറയാൻ കാരണം വൈരുദ്ധ്യമായിട്ടുള്ള മറുപടികൾ നൽകാനുള്ള സാധ്യത അത് വളരെ കൂടുതൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇവിടെ ദേവസ്വം ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. ശരി, ഷീജയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുകയാണ്.